നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പരിപാടി എന്നല്ലേ? കുറച്ച് സന്ധ്യ മയങ്ങി നമ്മൾ റോഡ് സൈഡിലാണ്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്താ പരിപാടി എന്ന് പറഞ്ഞുതരാം. ഈ മാസം ഓണം ആഘോഷം ആണല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലെക്സ് റോട്ടിൽ വെക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഫ്ലെക്സ് വെക്കുന്നതാണ്. അപ്പം അതിൻ്റെ നമ്മൾ ഓൾറെഡി തന്നെ നമുക്ക് ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലെക്സ് നമ്മൾ അടിച്ചത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള ഫ്ലെക്സാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി ഒട്ടിക്കുന്നുണ്ട്. അപ്പം നല്ല മഴയുള്ള സമയമാണ്. അപ്പം ഏകദേശമൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെ ഇറക്കണം എന്നുള്ള, അപ്പോൾ സൈഡ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ താഴെ ഇറക്കും. അപ്പോൾ ആ സമയത്ത് പിള്ളേരവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് താഴോട്ട് ഇറക്കണം. അപ്പോൾ താഴോട്ട് ഇറക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. കാരണം അതിൽ കയറി ഇറങ്ങണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാരമ്പാടി. ഈ നാരമ്പാടി എവിടെയാണെന്ന് ചോദിക്കേണ്ട, പറഞ്ഞുതരാം. കാസർഗോഡ് ജില്ലയിൽ മുള്ളേരിക്കും ബദിയടുക്കിക്കും ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നാരമ്പാടി എന്ന് പറഞ്ഞാൽ. അപ്പം ഏകദേശം എല്ലാവരും മുകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും മഴ പെയ്തു, നല്ല മഴയാണ്. അപ്പോൾ മഴ പെയ്യാൻ വേണ്ടി കാത്തു നിന്നതാണ് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. പക്ഷേ നമ്മൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്കും നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പം എല്ലാവരും ഫോണിലെ ലൈറ്റൊക്കെ തെളിച്ചിട്ട് ഓരോരോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മതിലുണ്ട്. മതിലിൻ്റെ ബാക്ക് സൈഡിൽ തൂണ് നാട്ടിയിട്ട് അവിടെ വെക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു പണിപാടി സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേരം നോക്കുമ്പോൾ അതിനകത്തൊരു പെരുമാമ്പിനെ കണ്ടു. പെരുമാമ്പിനെ കണ്ടതുകൊണ്ട് അതിനകത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് റോഡ് സൈഡിൽ തന്നെ മതിലിനോട് ചേർന്നിട്ട് ഒരു 2 തൂണ് നാട്ടി അവിടെ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇപ്പം അതിനെ കുഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ തന്നെ തൂണുകൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ അതനുസരിച്ച് പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മളെ ഒരു ചെറിയൊരു നാട്ടിൻപുറത്തെ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ തൂണും കൊണ്ടൊക്കെ മെമ്പർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുഴിയൊക്കെ കുഴിച്ച് കഴിയാറായി. അപ്പം ഇനി തൂണ് 2 നാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുത്ത പരിപാടി ഫ്ലെക്സ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാവില്ലെന്നറിയാം. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഓണം ആണ്, അത് അത്യാവശ്യം എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് എന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ.